ഹലോ ഗായ്സ്, ഇതിപ്പോൾ ഒരു ആൾട്ടോയുടെ റേഡിയേറ്റർ ക്യാപ്പാണ്. കാണുമ്പോൾ സംഭവം ഒരു ക്യാപ്പാണ്. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് പ്രഷർ വരുമ്പം വിസിൽ പൊങ്ങി കൊടുക്കുന്ന കണക്ക് റേഡിയേറ്റർ പ്രഷർ ഉണ്ടാകുമ്പം ഈ സംഭവം പൊങ്ങിയിട്ടാണ് ഈ ഒരു മോഷനിലാണ് കൂളൻ ടാങ്കിലേക്ക് കൂളൻ്റ് പോകുന്നത്. അതാണ് പിന്നെ റേഡിയേറ്ററിൽ പ്രഷർ കുറയുമ്പം കൂളൻ്റ് കുറവ് വരുമ്പം കൂളൻ ടാങ്കിന് ഈ വാൽവ് ഓപ്പൺ ആക്കിയിട്ടാണ് കൂളൻ്റ് റേഡിയേറ്ററിലേക്ക് വരുന്നത്. ഇതിപ്പം കംപ്ലൈൻ്റ് ആണ് ഈ വാൽവ്. ഇതിപ്പോൾ റേഡിയേറ്ററിൽ വെള്ളം കിടന്ന് ഓടിയ വണ്ടിയാണ്. വെള്ളം ഒഴിച്ച് ഓടിക്കൊണ്ടിരുന്ന വണ്ടി തുരുമ്പടിച്ച് പോയേക്കുവാണ്. വെള്ളം കിടമ്പോൾ സ്വാഭാവികമായിട്ട് തുരുമ്പടിക്കും മെറ്റൽസ് എല്ലാം. ഇത് തുരുമ്പടിച്ച് ജാമായിരിക്കുകയാണ്. കംപ്ലൈൻ്റ് ആണ് റേഡിയേറ്റർ ക്യാപ്പ്. റിപ്പയറിംഗ് ഒന്നുമില്ല, റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊക്കെ. ഇതാണ് നമ്മുടെ പുതിയ റേഡിയേറ്റർ ക്യാപ്പ്. ജെന്യൂൻ പാർട്സ് തന്നെയാണ്, വിലക്കുറവാണ്, 105 രൂപയേ ഉള്ളൂ. നമ്മൾ ഓപ്പൺ ചെയ്തേക്കാണ്. ഈ ഒരു പ്രോസസ്സിങ്, ഈ ഒരു വാൽവ് ഓപ്പൺ ആയിട്ട് വേണം കൂളൻ ടാങ്കിൽ നിന്നുള്ളത് റേഡിയേറ്ററിലേക്ക് പിടിച്ചെടുക്കാൻ കൂളൻ്റ്. ഇത് കണ്ടോ, നൈസായിട്ട് മൂവ്മെൻ്റ് ആവുന്നുണ്ടോ? കറക്റ്റ് വേണ്ടുന്ന പ്രഷർ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് കൂളൻ ടാങ്കിലേക്ക് പോയിക്കോളും. ഇതൊക്കെ ഒരു 6 to 13 PSI പ്രഷറാണ് ഇതിനകത്തൊക്കെ കൊടുക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു കപ്പാസിറ്റി. ഇത് ഇല്ലെങ്കിൽ, ഇതൊന്നും വർക്കാവത്തില്ലെങ്കിൽ റേഡിയേറ്റർ ഓസ് പൊട്ടും. അങ്ങനെയുള്ള പല പല കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാവും വണ്ടിക്ക്. ഒരു വണ്ടി വഴിയിലാക്കിയതൊക്കെ തന്നെ ധാരാളം. മാക്സിമം കൂളൻ്റൊക്കെ ഉപയോഗിച്ച് ഓട്ടിക്കുക. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഇതിനൊക്കെ ലൈഫ് കുറവാണ്. പെട്ടെന്ന് മെറ്റൽസൊക്കെ തുരുമ്പടിക്കും. കൂളൻ്റ് ആകുമ്പം കുറേ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. ഓക്കെ.